എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആസ്തയെ ഹാജ് വില്ലേജിലോട്ട് പോകാൻ സഹായിക്കുന്ന നോയലിനെയാണ്. പക്ഷെ അവളുടെ കയ്യിലിരിക്കുന്ന ബ്രൂം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. വീഴാൻ പോകുന്ന ആസ്ത നോയലിനെ ഒന്ന് പിടിച്ചതും ഞാൻ റോയൽറ്റി ആണെന്ന് പറഞ്ഞ് നോയൽ അവനെ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. അപ്പോഴാണ് അവരുടെ മുമ്പിൽ ഒരു വലിയ മരമുള്ള കാര്യം നീരോ കാണുന്നത്. പെട്ടെന്ന് തന്നെ ആ ബ്രൂമും കൊണ്ട് അവർ മുകളിലോട്ട് പോകുന്നു. അതിന്റെ ഫോഴ്സിൽ തെറിച്ചുപോയ ആസ്ത ആ ബ്രൂമിൽ തൂങ്ങിക്കിടക്കുന്നു. ഹേ ആസ്ത, ബ്രൂമിൽ നിന്നും വിട്, എന്റെ കൺട്രോൾ പോകുന്നു. ഇതോ കണ്ട് നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് നീരോ അവിടെ നിന്നും പോകുന്നു. പിൻട്രൽ പോർട്ടൽ ഉപയോഗിച്ച് അവൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാ, അതിനാ കേൾക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുവാണ് ആസ്ത. അപ്പോഴാണ് ആ വലിയ ഡീമന്റെ സ്കെലിട്ടൻ അവർ അവിടെ കാണുന്നത്. സോ ഹാജ് വില്ലേജിന്റെ അടുത്ത് എത്താറായെന്ന് നോയലിന് മനസ്സിലാകുന്നു. പെട്ടെന്നാണ് വളരെ വേഗത്തിൽ ഒരാൾ തങ്ങളുടെ അടുത്തുകൂടെ പോകുന്നത് അവർ കാണുന്നത്. ഹേ യുനോ, നീയോ എന്ന് ചോദിച്ച് ആസ്ത താഴോട്ട് ചാടുന്നു. ഹേ യുനോ, നീയും ഹാജ് വില്ലേജിലോട്ടാണോ പോകുന്നത്? അതെ, ക്യാപ്റ്റൻ വാഞ്ചൻസ് എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. ഞാനും അതേ അവസ്ഥയിലാണ്. ശരി, മത്സരത്തിനുള്ള സമയമായി. ആദ്യം ആരാ ചർച്ചിലെത്തുമെന്ന് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും അത് ഞാനായിരിക്കും എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ ഓടുവാണ് ആസ്ത. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫ്ലവർ പറിച്ചെടുത്ത് പറന്നു പോകുന്ന നീരോയാണ്. ഹാജ് വില്ലേജിലെ ജനങ്ങളെല്ലാം തങ്ങളുണ്ടാക്കിയ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു ആനയെ പോലെ അലറിക്കൊണ്ട് ആസ്ത അങ്ങോട്ട് ഓടി വരുന്നത്. ഞാൻ ഫസ്റ്റ് എത്തും, ഞാനായിരിക്കും ഫസ്റ്റ് എന്ന് പറഞ്ഞ് ചർച്ചിനടുത്തോട്ട് വരുന്ന ആസ്ത കാണുന്നത് ചർച്ചിന് മുകളിൽ നിൽക്കുന്ന യൂനോയെയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ശബ്ദം കേട്ട് ചർച്ചിനകത്തുണ്ടായിരുന്ന ഫാദർ പുറത്തോട്ട് വരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നത് പോലെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് ഫാദർ. ഹേയ്, നിങ്ങൾ ഞങ്ങളെ കണ്ടിട്ട് 10 ദിവസം പോലും ആയിട്ടില്ല. ഓ, അത് ശരിയാ, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. ഫാദർ, നിങ്ങൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഹേയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ 100% ഓക്കെയാ. അതൊക്കെ പോട്ടെ, ഞാൻ നിന്നെ ന്യൂസ് പേപ്പറിൽ കണ്ടിരുന്നു, അതെന്താ സംഭവം എന്ന് ഫാദർ അവനോട് ചോദിക്കുന്നു. സോ അതിനെപ്പറ്റി ആസ്ത പറയാൻ വരുന്ന സമയത്താണ് ആ ആർട്ടിക്കിൾ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് യോനോ പറയുന്നത്. ആസ്ത യഥാർത്ഥത്തിൽ ഒരു ഡെവിളിന്റെ സർവന്റ് അല്ല, അവൻ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതാണ് സത്യം. ദയവ് ചെയ്ത് അത് നിങ്ങൾ വിശ്വസിക്കണം. ഓഫ് കോഴ്സ്, എനിക്ക് മനസ്സിലായി. ഹാജ് വില്ലേജിലെ ആരും ആ ആർട്ടിക്കിൾ വിശ്വസിക്കുന്നില്ല. ആസ്ത, യുനോ, നിങ്ങൾ രണ്ടുപേരുമാണ് ഈ വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്തത്. ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെ ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നുന്നു. എന്തായാലും നിന്നെ കുറിച്ച് പത്രത്തിൽ വന്ന ആ ന്യൂസ് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫാദർ അത് അവനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് യുനോ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. നാഷിനെയും മറ്റു പിള്ളേരെയും ഒന്നും അവിടെ കാണാനില്ല. ഹേയ്, അവരെവിടെ പോയി? അവര് പോയി. ഫാദർ, എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അവരെല്ലാം പോയി. അവരെല്ലാം സ്കൂളിലോട്ട് പോയി. സ്കൂളോ? അതെ, ഹാജ് വില്ലേജിലെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ആ മാജിക് സ്കൂൾ. ഹാജ് വില്ലേജിൽ ഒരു സ്കൂൾ ഉണ്ടാക്കാൻ സാധിച്ചത് ശരിക്കും വലിയ കാര്യമാണ്. റോയൽ ക്യാപിറ്റൽ ഗ്രാമത്തെ അവഗണിച്ചപ്പോഴും ഞങ്ങൾ പരിശ്രമിച്ചു, അങ്ങനെ വിജയിച്ചു. നിങ്ങൾ രണ്ടുപേരും മാജിക് നൈറ്റിൽ ചേർന്നത് ഇവിടെയുള്ളവർക്ക് ശരിക്കും വലിയൊരു പ്രചോദനമായിരുന്നു. സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് സിസ്റ്റർ ലില്ലിയാണ്, അതുകൊണ്ട് അവരെപ്പോഴും ബിസിയാണ്. ചില പാഠങ്ങളെല്ലാം പഠിപ്പിക്കാൻ ഞാനും പോകാറുണ്ട് എന്ന് പറയുവാണ് ഫാദർ. അങ്ങനെ അവർ സ്കൂളിലോട്ട് പോകുന്നു. ഇതേ സമയം ആ വലിയ ഡീമന്റെ സ്കെലിറ്റന്റെ മുകളിലോട്ട് വരുവാണ് നീരോ. ഫസ്റ്റ് വിസാർഡ് കിങ്ങിന്റെ സ്റ്റാച്ചു നിന്നിരുന്ന സ്ഥലത്ത് അവൾ കൊണ്ടുവന്ന ഫ്ലവർ അവൾ വെക്കുന്നു. മൈ പ്രിൻസ് എന്ന് പറഞ്ഞ അവൾ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 197, 198, 199 എന്നാരോ എണ്ണുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. ഇതേ സമയം സ്കൂളിലെത്തിയ ആസ്തയെയും യൂനോയെയും കണ്ട് അവിടെയുള്ള കുട്ടികൾക്കെല്ലാം ഒരുപാട് സന്തോഷമാകുന്നു. ബെല്ലിനെ കണ്ട് സംസാരിക്കുന്ന ഡോളാണെന്ന് പറഞ്ഞ് ഒരു കുട്ടി എടുത്തോണ്ടും പോകുന്നു. ആസ്ത, യൂനോ, നിങ്ങൾ തിരിച്ചു വന്നോ എന്ന് സങ്കടത്തോടെ ചോദിക്കുവാണ് സിസ്റ്റർ. ദയവ് ചെയ്ത് എന്നെ കല്യാണം കഴിക്കൂ, പ്ലീസ് കല്യാണം കഴിക്കൂ, പ്ലീസ് ഒന്ന് കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആസ്ത. ഇതേ സമയമാണ് നോയൽ അത് വഴി പറന്നു പോകുന്നത്. പ്ലീസ് മാരി മീ എന്ന് ആസ്ത വിളിച്ച് പറയുന്ന ശബ്ദം അവൾ കേൾക്കുന്നു. ഹേയ്, ആസ്ത ആരെയോ പ്രൊപ്പോസ് ചെയ്യുന്ന ശബ്ദമല്ലേ ഞാൻ കേട്ടെ. ആസ് യൂഷ്വൽ ശല്യം സഹിക്കാൻ വയ്യാതെ ആസ്തയെ അടിച്ച് താഴെയിടുവാണ് സിസ്റ്റർ. അടികൊണ്ട് ആസ്ത എഴുന്നേക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നോയൽ അവന്റെ തലയിലൂടെ വന്ന് വീഴുന്നു. ഹേയ് യങ് ലേഡി, നീ ഇട്ടിരിക്കുന്ന ആ റൂബ് കണ്ടാൽ അറിയാം ആസ്തയുടെ കൂടെയുള്ള ബ്ലാക്ക് ബുൾസിലെ ഒരു മെമ്പർ ആണ് നീ. ആസ്തയെ എപ്പോഴും ടേക്ക് കെയർ ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നിന്റെ പേര് നോയൽ എന്നായിരിക്കും. ആസ്ത എപ്പോഴും കത്തുകളിൽ നിന്നെ കുറിച്ച് പറയാറുണ്ട്. ലെറ്ററോ? അങ്ങനെയാണെങ്കിൽ ആ ലെറ്ററിൽ അവൻ എന്നെ കുറിച്ച് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്റെ ഹൃദയം ഒരാളുടെ മേലിൽ പതിഞ്ഞിരിക്കുന്നു, അവളുടെ പേര് നോയൽ എന്നായിരിക്കും എന്ന് വിചാരിച്ച് നോയൽ ആസ്തയെ അടിച്ച് തെറിപ്പിക്കുന്നു. ഇതേ സമയമാണ് നീരോ അങ്ങോട്ട് വരുന്നത്. എക്സ്ക്യൂസ് മീ മിസ്, നിങ്ങളും ബ്ലാക്ക് ബുൾസിലെ ഒരു മെമ്പർ അല്ലേ?
ഓ അതെ, അത് നീരോ ആണ്. അവൾ ഞങ്ങളുടെ ടീമിലെ പുതിയ മെമ്പറാണ്. നിങ്ങൾ എല്ലാവരും ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു സഹായം ചെയ്യൂ എന്ന് സിസ്റ്റർ ലില്ലി അവരോട് ചോദിക്കുന്നു. സിസ്റ്റർ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് ആസ്തയും പറയുന്നു. സോ അന്നത്തെ ആ ദിവസം മാജിക് സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായി മാറണമെന്ന് സിസ്റ്റർ ലില്ലി അവരോട് പറയുന്നു. ഈ രാജ്യത്തെ എല്ലാവരും മാജിക് നൈറ്റ്സിനെയാണ് ഇൻസ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മാജിക് നൈറ്റ്സിൽ നിന്നും നിർദ്ദേശം ലഭിക്കുന്നത് നല്ല ഓർമ്മകളായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ മാജിക് നൈറ്റ്സ് ആയ അവരെ എല്ലാവരെയും ആ കുട്ടികൾ ഇപ്പോൾ ടീച്ചേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ശരി, അതെനിക്ക് വിട്ടേക്ക്. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ ആസ്ത തന്റെ മസിൽസിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നിന്നെ പോലെയല്ല, അവരുടെ കയ്യിലെല്ലാം മാജിക് ഉണ്ട്. ഇല്ല, കുട്ടികളായ അവർക്ക് മാന പൂർണ്ണമായും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ഗ്യാപ്പ് അവർ എങ്ങനെ നികത്തും? അതെ, അത് നിങ്ങളുടെ മസിൽസ് ഉപയോഗിച്ച് നികത്തണം. ട്രെയിനിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. കമോൺ എന്ന് പറഞ്ഞു പോകുന്ന ആസ്തയുടെ പുറകെ കുട്ടികളെല്ലാം ഓടുന്നു. ഇതേ സമയം ടീച്ചർ യൂനോ എന്ന് വിളിച്ച് യൂനോയുടെ അടുത്തോട്ട് 3 കുട്ടികൾ വരുന്നു. ഈ ഗേൾസിന്റെ ടീച്ചർ ആവാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ യൂനോ? ടീച്ചിങ്ങിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. അത് കുഴപ്പമില്ല, നീ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ മതി. നിന്നെ കാണുമ്പോ അവരെന്തെങ്കിലും നിന്റെ അടുത്ത് നിന്ന് പഠിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ടീച്ചർ യൂനോ, നമുക്ക് പ്ലേ ഹൗസ് കളിച്ചാലോ? സോ യൂനോ അമ്മയായിട്ടും നോയൽ കുട്ടിയായിട്ടും നീരോ അച്ഛനായിട്ടും അവരുടെ കൂടെ കളിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ന്യൂ ലീവ്സ് ക്ലാസിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന ഫാദറിനെയാണ്. അവരെല്ലാവരും അവരുടെ ഗ്രിമോയർ കിട്ടുന്ന ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, എനിക്ക് ഓർമ്മയുണ്ട് ആ ഗ്രിമോയർ സെർമണി. നമ്മുടേതുണ്ടായിട്ട് അധികം നാളായിട്ടില്ല, പക്ഷെ അത് ഒരുപാട് കാലമായതുപോലെ എനിക്ക് തോന്നുന്നു. ശരിയാ എന്ന് യൂനോയും പറയുന്നു. അങ്ങനെ ഫാദർ അവരെ ആ ക്ലാസ്സിനകത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. കുട്ടികളെല്ലാവരും അവരുടെ കയ്യിലെ മാജിക് പവർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ പഠിപ്പിക്കുന്നവരെ കണ്ട് എവിടെയോ കണ്ടു മറന്നതുപോലെ ആസ്തയ്ക്ക് യൂനോക്കും തോന്നുന്നു. സോ യൂനോക്ക് 4 ലീവ്സ് ഗ്രിമോർ കിട്ടിയ സമയത്ത് അത് ഇല്ലാതാക്കാൻ വേണ്ടി വന്ന 2 പേരായിരുന്നു അത്. ഹേയ് യൂനോ, ആസ്ത, നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് നാളായി. വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അന്ന് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് ഞങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നി. നിങ്ങൾ 2 പേരും എത്ര അമേസിംഗ് ആണെന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ പുതിയൊരു ഭാഗം ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ അങ്ങോട്ട് വരുന്നത്. ഗ്രിമോയർ ടവറിൽ വെച്ച് എല്ലാവർക്കും ഗ്രിമോയർ കൊടുത്ത ആളായിരുന്നു അവിടുത്തെ ഹെഡ് മാസ്റ്റർ. വെൽക്കം ബാക്ക്. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അത്ഭുതകരമായ കാര്യങ്ങളെ കുറിച്ചും ഞാൻ കേട്ടിരുന്നു. അതാലോചിച്ച് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. നിങ്ങളുടെ മാജിക് കാരണമാണ് കുട്ടികൾക്ക് മാജിക് പഠിക്കാൻ ഒരുപാട് മോട്ടിവേഷൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്കൂൾ ഉണ്ടാക്കിയത്. സോ തങ്ങൾ കാരണമാണ് തങ്ങളുടെ വില്ലേജിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായതെന്ന് ആസ്തക്ക് യൂനോക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഗ്രിമോയർ ടവറിൽ പവർഫുൾ ആയ ഒരുപാട് ഗ്രിമോയറുകളുണ്ട്. ഓരോന്നും അതിന്റെ ഭാവി ഉടമയെ കാത്തിരിക്കുകയാണ്. അതിലെ മാജിക് ഉപയോഗിച്ച് ശക്തിയും സംഖ്യയും നിങ്ങൾ വർദ്ധിപ്പിക്കും. ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരെ പോലെ ധീരന്മാരാകാൻ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് ഹെഡ് മാസ്റ്റർ ആ കുട്ടികളോട് പറയുന്നു. ഇത് കേട്ട് എല്ലാവരും കൈയടിക്കുന്നു. അങ്ങനെ അന്ന് വൈകിട്ട് കുട്ടികളെയും കൊണ്ട് എല്ലാവരും ചർച്ചിലോട്ട് തിരിച്ചു പോകുന്നു. നാളെ രാവിലെ നിങ്ങൾ തിരിച്ചു പോകുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഏറ്റവും വലിയ ടാറ്റു പാർട്ടി നടത്താൻ പോവാണ്. നോയൽ, നീരോ, നിങ്ങളും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഫാദർ അവരോട് പറയുന്നു. അപ്പോഴാണ് തങ്ങളുടെ മുൻപിലൂടെ നടന്നു പോകുന്ന നാഷിനെ അവർ കാണുന്നത്. ആസ്തയെ യൂനോയും കണ്ട് നാഷിന് സന്തോഷമാകുന്നുണ്ടെങ്കിലും അത് അവൻ പുറത്ത് കാണിക്കുന്നില്ല. ഹേയ് നാഷ്, നീ എന്താ സ്കൂളിൽ പോകാതിരുന്നത്? അതൊന്നുമില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അത്യാവശ്യമായിട്ട് എന്ത് കാര്യങ്ങൾ? അതിപ്പോ നിന്നോട് പറയണോന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് നാഷ് അവിടെ നിന്നും പോകുന്നു. ഹേയ് നാഷ്, നീ എന്താ കളിക്കുവാണോ? ചോദിച്ചതിന് മറുപടി പറ. നിനക്കറിയോ, നാഷ് ആക്ച്വലി സ്കൂൾ ഒഴിവാക്കുന്നില്ല. അവൻ പഠിക്കുന്നത് ആരും അറിയരുതെന്നാണ് അവൻ വിചാരിക്കുന്നത്. അവൻക്ക് ആസ്തയോടൊക്കെ എത്രത്തോളം ബഹുമാനമുണ്ടെന്ന് തീർച്ചയായിട്ടും നിനക്ക് അറിയാമായിരിക്കും. ആസ്തയെ പോലെയായി എപ്പോഴെങ്കിലും മാജിക് നൈറ്റിൽ ജോയിൻ ചെയ്യണമെന്നാണ് അവൻ പറയുന്നത് എന്ന് സിസ്റ്റർ ലില്ലി യൂനോയോട് പറയുന്നു. അപ്പോഴാണ് നീരോ ആ കാര്യം ചിന്തിക്കുന്നത്. ഫസ്റ്റ് വിസർക്കിംഗ് നിന്നിരുന്ന സ്ഥലത്ത് ഫ്ലവർ കൊണ്ടുപോയി വെക്കാൻ പോയപ്പോ ആ സ്കെലറ്റന്റെ അടിയിൽ ആസ്തയെ പോലെ ട്രെയിനിങ് എടുക്കുന്ന നാഷിനെ അവൾ കാണുന്നു. ഓൾറൈറ്റ്, എന്റെ മാന ഇപ്പൊ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. കമോൺ, നീ ദരിദ്രനാണെങ്കിലും അനാഥനാണെങ്കിലും ആസ്തയെ പോലെ ഈ ലോകത്തിലെ മറ്റാരെക്കാളും അമേസിംഗ് ആകാൻ സാധിക്കുമെന്ന് ഞാൻ തെളിയിക്കും. മൈ പ്രിൻസ്, ദയവ് ചെയ്ത് നിങ്ങൾ ഇവരെ നോക്കണം. ഈ രാജ്യത്തിന്റെ ഫ്യൂച്ചർ ശരിക്കും മനോഹരമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ആ നാട്ടിലെ ആളുകളെല്ലാം ആസ്തയ്ക്ക് യൂനോ കഴിക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരുന്നതാണ്. എന്നാൽ ഭക്ഷണം കഴിക്കാൻ ആസ്തയെയും യൂനോയെയും അവിടെ കാണാനില്ല. സോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഹാജി വില്ലേജിലെ ആ സ്കെലിട്ടനെ നോക്കിയിരിക്കുകയാണ് ആസ്ത. ഹേയ്, നീ എന്താ കരയുവാണോ? ഇല്ല ഇല്ല, എന്നെ കണ്ടിട്ട് കരയുന്നത് പോലെ തോന്നുന്നുണ്ടോ നിനക്ക്? എനിക്കിപ്പോ ശരിക്കും സന്തോഷം തോന്നുന്നു. നിന്നെ പോലെ ഞാനൊരു അനാഥൻ മാത്രമായിരുന്നില്ല.
എന്റെ കയ്യിൽ മാജിക്കും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്തെല്ലാം എന്നെ എല്ലാവരും കളിയാക്കിയിരുന്നു. എന്നാൽ ഇന്ന് അവരെല്ലാം എന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. എല്ലാവർക്കും എന്നെ ആലോചിച്ച് അഭിമാനം തോന്നുന്നു. ശരിയാണ്, കാരണം നമ്മൾ അത്രയധികം നേടിയിട്ടുണ്ട്. നമ്മുടെ പ്രവൃത്തിയിലൂടെയും ഹാർഡ് വർക്കിലൂടെയും ആർക്ക് എന്ത് വേണമെങ്കിലും ആകാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇനിയും അവസാനിച്ചിട്ടില്ല. എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ ആസ്ത. അതെ, സ്പേഡ് കിണ്ടത്തിന്റെ ആ ഭീഷണി നേരിടണം. കൂടെ ആ ഡെവിളിനെ ഇല്ലാതാക്കണം. അതിനുവേണ്ടി നമ്മൾ ഇനിയും സ്ട്രോങ്ങർ ആയേ പറ്റൂ. എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. നമുക്ക് ഇനിയും സ്ട്രോങ്ങർ ആയേ പറ്റൂ യൂനോ. തീർച്ചയായിട്ടും ഞാൻ നിന്നേക്കാൾ സ്ട്രോങ്ങർ ആയി മാറും ആസ്ത. ശരി, ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഏകദേശം തുല്യരാണെന്ന് കൂട്ടിക്കോ എന്ന് ആസ്ത അവനോട് പറയുന്നു.